എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ നമുക്കൊരു ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ റവ വറുത്തെടുക്കുന്നു. സൂചി ഉപ്മാവ്, റവ ഉപ്മാവ് എന്നൊക്കെ ഈ പറയുന്നു. അപ്പോൾ വറുത്തെടുക്കുമ്പം പാക്കറ്റ് വാങ്ങുന്നതായാലും അത് വറുത്തെടുക്കുമ്പം അതിന് കുറച്ചും കൂടി ടേസ്റ്റ് വരും. ഇതിൻ്റെ ചേരുവകളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഉണ്ട്, കറിവേപ്പിലയുണ്ട്, ഉള്ളി, ഇഞ്ചി, വറ്റൽമുളക്, അതുപോലെ പിന്നെ കറിവേപ്പിലകൾ, പിന്നെ ഉഴുന്ന് പരിപ്പ് ചേർക്കണം, തേങ്ങ ചേർക്കണം, നെയ്യ് ചേർക്കണം, അണ്ടിപ്പരിപ്പ് ചേർക്കണം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വറുത്ത് വെച്ചതിനുടനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നു. ഇനി അടികട്ടിയുള്ളൊരു പാത്രം വെച്ച് അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കടുക് താളിച്ചിടുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കടുക് താളിക്കുന്നതാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ള വസ്തുക്കൾ ഇടാവുള്ളൂ, അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ പൊട്ടി വരുന്നില്ല. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് വറ്റൽമുളകാണ്. കറിവേപ്പില ഇടുമ്പോൾ മാത്രമേ ഇതിനൊരു ടേസ്റ്റ് വരുന്നുള്ളൂ, നല്ല മണവും ടേസ്റ്റൊക്കെ വരുന്നത്. അതുപോലെ ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നല്ല വൃത്തിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എടുത്ത് ചേർത്തത് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഇടാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പ് ചേർത്ത് നന്നായി ഇളക്കി വെക്കുന്നു. പിന്നെ ഇഞ്ചി ചേർക്കുന്നു. അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ക്യാരറ്റ് ഇടുന്നത് കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാടി വരുന്നത് വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്തേണ്ടതാണ്. ഉള്ളി പെട്ടെന്ന് വഴറ്റി വരുന്നതാണ്. അതിനുശേഷം ഉപ്പ് ചേർത്തു. ഉപ്പും തേങ്ങയും കൂടെ ആഡ് ചെയ്തു. ഇത് നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ഇത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. തിളപ്പിച്ചില്ലെങ്കിൽ തിളക്കുന്ന സമയം വരെ അത് വെക്കേണ്ടതുമാണ്. പൊടി നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ചേർക്കണം. പിന്നെ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കുന്ന സമയത്ത് അല്പം വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം മാത്രം ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു അടപ്പ് വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാൻ വെക്കണം. ഇതിനകത്ത് നെയ്യ് ചേർക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നതാണ് നെയ്യ്. അപ്പോൾ നെയ്യ് ചേർക്കുന്ന സമയത്ത് നെയ്യ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നല്ലൊരു മണം, നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു നല്ല മണം ഇത് വരുന്നതാണ്. അപ്പോൾ ഇത് ഏതാണ്ട് ഇതിൻ്റെ പാകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നെയ്യിൻ്റെ മണവും കൂടെ വരുമ്പോൾ നല്ല വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ വേറെ തന്നെ നല്ലൊരു മണം വരും. അപ്പോൾ അത് പാകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിപ്പോൾ എല്ലാ ചേരുവകളും ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടച്ച് വെച്ച് നമ്മൾ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴേക്കും ഈ ഉപ്മാവ് റെഡിയായിരിക്കും.